നമസ്കാരം. എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും കിസാൻ വാനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നമ്മുടെ കിഴങ്ങ് വർഗ്ഗ വിളയിൽ ഏറ്റവും സ്വാദിഷ്ടമായ വിളകളിലൊന്നാണ് നമ്മുടെ കൂർക്ക. അപ്പോൾ കൂർക്കയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് മെഴുക്ക് പുരട്ടാനും തോരൻ വയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ല സ്വാദിഷ്ടമായ ഒരു കിഴങ്ങ് വർഗ്ഗ വിളയാണ് കൂർക്ക. എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളുടെയൊക്കെ വീടുകളിൽ സാധാരണ ആയിട്ട് കണ്ടുവരുന്ന ഒരു വിളയാണ്. ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് ഒരു 3 മാസം കഴിഞ്ഞു. പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പൂത്ത് തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് വിളവായിട്ടുണ്ട്. നമ്മളിപ്പോൾ പറിക്കുന്നില്ല. എന്നാലും ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നടുന്നതിൻ്റെതും കുറച്ച് ഇതിൻ്റെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിന് ചെയ്യുന്ന വളപ്രയോഗം എന്ന് വെച്ചാൽ സാധാരണ ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ ഗ്രീൻ മീല് മറ്റ് കുറച്ച് ജൈവ കൂട്ടുകളൊക്കെ ചേർത്ത് ഒരു പിന്നെ അതുപോലെ തന്നെ ചകിരിച്ചോറ് ഇതെല്ലാം കൂട്ടി നമ്മൾ ബെഡിൽ ഇട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെയ്തിട്ടിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് വിളവായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ നട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കിഴങ്ങ് നട്ടതാണ്. കിഴങ്ങ് നട്ട് ശരിക്ക് പടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഇലയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ ഇതുപോലുള്ള വരമ്പിലും നടാം. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഗ്രോ ബാഗിൽ നടാം. ഇപ്പം നമ്മൾ ഗ്രോ ബാഗിൽ നടണമെന്ന് വെച്ചാൽ ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പം നമ്മൾ ഇതെല്ലാം പോട്ടി മിക്സർ തയ്യാറാക്കി നല്ല റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കട്ടിങ്സ് ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇതിപ്പോൾ വേര് ഉള്ളതുകൊണ്ട് ഇപ്പോൾ വേര് ആകണമെന്നില്ല. ഇതിപ്പോൾ നമ്മളൊരു മുട്ട് നോക്കി ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ നട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ നമുക്കൊരു 3 എണ്ണം നടാൻ പറ്റും. ഇതിപ്പോൾ 2 ഇതിങ്ങനെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം പിടിക്കും. ഇതെല്ലാം പിടിക്കും. അപ്പോൾ ഇത് നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിത് പ്രധാനമായി ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നടുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഫോസ്ഫറസ് ആദ്യ ടൈമുകളിൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫോസ്ഫറസ് കൊടുക്കണം. അത് കിഴങ്ങ് വർഗ്ഗം ആയതുകൊണ്ട് നമുക്ക് ഫോസ്ഫറസും പൊട്ടാഷുമാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. പ്രൈമറി സ്റ്റേജിൽ മാത്രം നൈട്രജൻ വളങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എപ്പോഴും നട്ട് ഒരു മാസം 2 മാസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പൊട്ടാഷ് വളങ്ങൾ കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഫോസ്ഫേറ്റ് വളങ്ങൾ കൂടുതൽ കൊടുക്കണം. അപ്പോൾ എല്ലുപൊടി കൊടുക്കാം, പിന്നെ റോക്ക് ഫോസ്ഫേറ്റ് കൊടുക്കാം, രാജ് ഫോസോ അതുപോലുള്ള എന്തെങ്കിലും നമുക്ക് കൊടുക്കാം, പിന്നെ സൂപ്പർ ഫോസ്ഫേറ്റ് കൊടുക്കാം. പിന്നെ രാസവളം ചേർക്കുന്നതാണെങ്കിൽ രാസവളം ഏതെങ്കിലും 18-18 അതുപോലുള്ള രാസവളങ്ങൾ നമുക്ക് ചേർക്കാവുന്നതാണ്. അതൊക്കെ വളരെ നോർമലായിട്ട് ചേർക്കാവുള്ളൂ. ഒരു 10 ഗ്രാം വീതമൊക്കെ ഒരു തണ്ടിന് എന്ന കണക്കിൽ നമുക്ക് രാസവളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പറിച്ചു നോക്കാം എന്തായെന്നുള്ളത്. കിഴങ്ങ് ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ വിളഞ്ഞിട്ടില്ല. ഇടയ്ക്കൊക്കെ വിളഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി വിളയാനുണ്ട്. ഇപ്പം നമ്മൾ ഇടക്ക് ഭാഗങ്ങളിലൊക്കെ നടുഭാഗങ്ങളിലൊക്കെ വിളഞ്ഞിട്ടുണ്ട്. ഇത് സാധാരണ ഒരു 4 മാസം ആകുമ്പോഴത്തേനും നമുക്ക് വിളവെടുക്കാൻ പറ്റും. നമ്മൾ കൂർക്ക നടേണ്ട സമയം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് നമ്മൾ കൂർക്ക നടേണ്ടത്. സാധാരണ വരമ്പെടുത്തിട്ട് വരമ്പിന് മുകളിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇത് ആ സമയം ഇനി വെള്ളപ്പൊക്കം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വരമ്പിൻ്റെ മുകളിലോട്ട് വെള്ളം കയറാത്ത രീതിയിലാണ് നടേണ്ടത്. അങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് കൂർക്കയുടെ തണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തണ്ട് ചീയൽ രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗ കൃഷി നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പൊട്ടാസ്യം വളങ്ങളാണ് കൂടുതൽ കൊടുക്കേണ്ടത്. കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് എപ്പോഴും പൊട്ടാസ്യം വളങ്ങളാണ് വേണ്ടത്. കൂടുതൽ നമ്മൾ നൈട്രജനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇല ഇങ്ങനെ തലപ്പ് കൂടുതൽ ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് കാര്യമായിട്ടുള്ള വിളവ് കിട്ടിയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് കൃഷിക്കാണ് നമുക്ക് ആവശ്യമുള്ള വളം മാത്രം കൊടുക്കുക. നമുക്ക് ആ കൃഷിക്ക് എന്ത് വളമാണ് ആവശ്യം അതനുസരിച്ച് കൊടുക്കുക. അല്ല നമ്മൾ എല്ലാ കൃഷിക്കും ഒരേപോലത്തെ വളങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നല്ല ഇളക്കവും ഫലഭൂയിഷ്ഠതയുള്ള മണ്ണിൽ നമുക്ക് കൂർക്ക കൃഷി ചെയ്യാവുന്നതാണ്. അതായത് 90 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ബഡ് എടുത്തിട്ട് അതിൽ 30 സെൻറ്റിമീറ്റർ അകലത്തിൽ നമുക്ക് പിന്നെ അതിൻ്റെ തലപ്പ് നടാവുന്നതാണ്. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ 2 ഇനങ്ങളുണ്ട്. ഒന്ന് നിധി, 2 സുലഭ. ഇത് കൂടാതെ തന്നെ CPCRI വികസിപ്പിച്ചെടുത്ത ശ്രീധരിയം എന്ന ഇനവും ഇറക്കിയിട്ടുണ്ട്. അത് അത്യുൽപാദന ശേഷിയും
രോഗപ്രതിരോധ ശേഷിയും ഉള്ളതാണ്. പിന്നെ നമുക്ക് നാട്ടിൽ കാണാവുന്ന നാടൻ ഇനങ്ങളുണ്ട്. അതിൻ്റെ കിഴങ്ങ് വളരെ ചെറുതായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതും നല്ല നല്ല വെറൈറ്റി തന്നെയാണ്. ഇനി നമ്മൾക്ക് നടാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾക്ക് വിത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ കൂർക്ക എടുത്ത് നമ്മൾ സാധാരണ ചയച്ചോറ് കമ്പോസ്റ്റിൽ നട്ടിട്ട് നമുക്ക് കിളുത്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വെറുതെ മണലിൽ കുഴിച്ചിട്ടാലും കിളുക്കും. പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ചണച്ചാക്ക് എടുക്കുക. ചണച്ചാക്ക് നനച്ചിട്ട് അതിനകത്ത് നമ്മൾ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരാഴ്ചയാകുമ്പോൾ നമുക്ക് ഇത് വിത്ത് കിളുത്ത് കിട്ടും. പിന്നെ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് കിഴങ്ങായെന്ന് അറിയുന്നതിന് വേണ്ടി, കിഴങ്ങായി തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു നീല പൂ കാണും. ഈ നീല പൂ വന്ന് അത് പഴുത്തങ്ങ് മാറും. പഴുത്ത് മാറുകയും അതിൻ്റെ ഇലകൾ പഴുത്ത് മാറുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ പറിച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് വിളഞ്ഞ കൂർക്ക കിട്ടും. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. CTCRI വികസിപ്പിച്ചെടുത്ത ശ്രീധരിയം എന്ന ഇനമാണ് നമ്മുടെ കേരളത്തിൽ നടുന്നതിന് ഏറ്റവും നല്ലത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.